ഈ ഒരുങ്ങിയിരിക്കുന്നത് മുടി വെട്ടാൻ പോകാനാണ് കേട്ടോ. പിന്നെ കുറച്ച് വേറെ കാര്യങ്ങളുണ്ട്. ഈവനിങ് പോവാന്ന് വിചാരിച്ചു. ആ നേരത്താകുമ്പോൾ വെയിൽ കുറവാണല്ലോ. ബബ്ലുവിന് ചെരുപ്പ് വാങ്ങണമായിരുന്നു. അപ്പോൾ ഓട്ടോയിലാണ് പോകുന്നത്. നമ്മൾ ശ്രീകാര്യത്തേക്കാണ് ആദ്യം വന്നത്. റോഡ് വികസനം കാരണം ശ്രീകാര്യത്തെ പല കടകളും അപ്രത്യക്ഷമായി. പല പുതിയ കടകളും വന്നു. അപ്പോൾ ഈ ഒരു കടയിൽ നിന്നാണ് ഇന്ന് നമ്മൾ ചെരുപ്പ് വാങ്ങുന്നത്. വിൻസോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയാണ്. ബബ്ലു ആദ്യം ഷൂ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഷൂ വാങ്ങി. പിന്നെ ഒരു വീട്ടിലിടാനായിട്ട് ഒരു ക്രോക്സും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനും കുറച്ച് ചെരുപ്പുകളൊക്കെ ഇട്ട് നോക്കി. പക്ഷേ എന്താ എനിക്ക് ഒരു ചെരുപ്പും ചേരില്ല. എന്റെ കാലിന്റെ സൈസിന് ഒരു ചെരുപ്പും എവിടെയും കിട്ടാറില്ല കേട്ടോ. സൺഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഇന്ന് കുറച്ച് തിരക്ക് കുറവായിരുന്നു ശ്രീകാര്യത്ത്. അല്ലെങ്കിൽ ഈ ടൈമിലൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും ഇവിടെ. ഇത് ശ്രീകാര്യം മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ 24 hours ഉണ്ടായിരിക്കും. രാത്രി ഇവിടെ നിറയെ മീനുകൾ കിട്ടും. ഇവിടെ റോട്ടിലാണ് മീനുകളൊക്കെ ആയിട്ട് രാത്രി ഇരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഫ്രഷ് മീനൊക്കെ കിട്ടും, കട്ട് ചെയ്തും തരും. ഗണേശയുടെ നാട്ടിലുള്ള ടൈമിൽ നൈറ്റിൽ നമ്മൾ ഇവിടെ വന്ന് മീൻ വാങ്ങാറുണ്ട്. അപ്പോൾ അവർ കട്ട് ചെയ്തും തരാറുണ്ട് കേട്ടോ. പിന്നെ പോണ വഴിയിൽ ചക്കാലമുക്കുന്ന അമ്പാടി ടേക്ക് നിന്ന് ഫുഡ് വാങ്ങിയിട്ട് പോയിട്ടോ. ചെന്നിട്ട് നമുക്ക് ഉണ്ടാക്കാനൊക്കെ ഒരു മടി. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് ഫുഡ് വാങ്ങാൻ വിചാരിച്ചു. പിന്നെ അവിടെ നിന്ന് പോയത് ബബ്ലുവിന്റെ മുടി വെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മുടി വെട്ടാൻ ആകെ കൺഫ്യൂഷൻ എവിടെ നിന്ന് വെട്ടണമെന്ന്. എപ്പോൾ മുടി വെട്ടിയാലും അവന്റെ വക ഒരു കരച്ചിലുണ്ടായിരിക്കും. മുടിയുടെ ലെങ്ത് കുറഞ്ഞു എന്നും പറഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എവിടെ നിന്ന് വെട്ടണം എന്നായിരുന്നു. അങ്ങനെ നമ്മൾ വട്ടവിളയെന്നാണ് മുടി വെട്ടിയത്. ഞാൻ ആദ്യം തന്നെ അവളോട് പറഞ്ഞു വളരെ കുറച്ച് ലെങ്ത് കുറച്ചാൽ മതി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അങ്ങനെ പ്രോബ്ലം ഉണ്ടാക്കും. ഇവന്റെ മുടി എത്ര വെട്ടിയാലും ആ ഒരു ഇതുപോലെ അതേപോലെ തന്നെ കിടക്കും. അപ്പോൾ ടീച്ചേഴ്സ് എപ്പോഴും വഴക്കാണ് മുടിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കിടക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ബബ്ലുവിന്റെ മുടി അങ്ങനെ കിടക്കുള്ളൂ. അങ്ങനെ മുടി വെട്ടിയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകണം കേട്ടോ. ഇനി രാജൻ സ്റ്റോറിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കാനുണ്ട്. അപ്പോൾ ഇപ്പം രാത്രിയായിട്ട് ഇരുട്ടായി തുടങ്ങി. ചെന്നിട്ട് വേണം വിളക്ക് വെക്കാനായിട്ട്. ഞാൻ വിളക്ക് വെച്ചിട്ട് പോന്നാൽ ഒരുപാട് ലേറ്റ് ആവുമെന്ന് വെച്ചിട്ട് ചെന്നിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാജൻ സ്റ്റോറിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി. ഞാനിവിടെ പറയും രാജൻ സ്റ്റോറാണ് നമ്മുടെ ലുലു മോൾ കേട്ടോ. അങ്ങനെ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞു. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം. സാധാരണ ഒരു ദിവസമായിരുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ.